സംസാരിച്ചു. രണ്ടാമത്തെ ബിസിനസ് സെഗ്മെന്റ് അത് PVC മെറ്റ എന്ന മൾട്ടി പർപ്പസ് NFT ടോക്കണുമായി ബന്ധപ്പെട്ട രണ്ട് പ്രോസസ്സുകളാണ്. ഒന്ന് സീഡ് ഫണ്ടിങ്, രണ്ട് ടോക്കൺ ഫാമിംഗ്. ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കിയുള്ള സെഗ്മെന്റുകൾ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മടങ്ങി വരാം. മൂന്നാമത്തെ ബിസിനസ് സെഗ്മെന്റ് അത് മൊബൈൽ നെറ്റ്വർക്കാണ്. ഇവിടെ പുതിയൊരു ആശയം നമുക്ക് മുമ്പാകെ വെക്കുകയാണ് ഈ സിസ്റ്റം. വൺ വേൾഡ് വൺ സിം. ഒറ്റ സിമ്മ് കൊണ്ട് നമുക്ക് ലോകത്ത് മൊത്തം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പുതിയ ടെക്നോളജിയുമായി ഈ സിസ്റ്റം ഈ 2025 നമുക്കിടയിലേക്ക് കടന്നു വരികയാണ്. ദെൻ അടുത്ത ബിസിനസ് സെഗ്മെന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. ശരിക്കും ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്ന ഒരു സോഷ്യൽ മീഡിയ ചാനലാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. എന്താണ്? ഇതുവരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് ഇൻകം കിട്ടുന്ന ഒരു പ്ലാൻ നമ്മൾ കേട്ടിട്ടില്ല. ഏതാനും ചില ബ്ലോഗേഴ്സിനൊക്കെ ഇൻകം കിട്ടുന്ന പ്ലാനുമായിട്ടാണ് നമുക്ക് സോഷ്യൽ മീഡിയ അറിയാവുന്നത്. എന്നാൽ ഇത് പേൾവിൻ ഇന്റർനാഷണൽ അവർ കൊണ്ടുവരുന്ന സോഷ്യൽ മീഡിയ ചാനലിനെ നിലവിലുള്ള എല്ലാ സോഷ്യൽ മീഡിയ ചാനലുകളുമായി ലിങ്ക് ചെയ്തുകൊണ്ട്, അപ്പൊ പേൾവിന്റെ സോഷ്യൽ മീഡിയ ചാനലിലേക്ക് നമുക്ക് വന്നാൽ നമുക്ക് ഫേസ്ബുക്കിൽ പോണേ പോവാം, വാട്സപ്പിലേക്ക് പോണേ പോവാം, ഇൻസ്റ്റാഗ്രാമിൽ പോണേ പോവാം, യൂട്യൂബിൽ പോണേ പോവാം. അങ്ങനെ നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കസ്റ്റമർക്ക് ഇങ്ങോട്ട് വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റം ഈ പേൾവിനിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പോകുന്നു. അത് തീർച്ചയായിട്ടും ചർച്ചാ വിഷയമാവും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. കാരണം എന്താണ്? ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ 2-3 മൊബൈൽ ഫോണുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും നമുക്കത് റീചാർജ് ചെയ്യാനുള്ള പണമെങ്കിലും ഇത്തരത്തിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ, നമ്മൾ നെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ചർച്ചാ വിഷയമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, ഇങ്ങനെ കിട്ടുമെന്നുള്ള ഒരു കാര്യം നമ്മൾ മറ്റൊരാളോട് റെക്കമെൻഡ് ചെയ്താൽ അതിന് റെക്കമെൻഡിങ് കമ്മീഷനും സിസ്റ്റം കൊണ്ടുവരുന്ന ഒരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന്റെ മഹത്തരമായ പ്രവർത്തനങ്ങൾ 800 കോടി ജനങ്ങളിലേക്ക് സിസ്റ്റം എത്തിക്കുകയാണ് ശരിക്കും 2025. അപ്പം പേൾവിനെ സംബന്ധിച്ച് വളരെ മഹത്തരമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ പറയപ്പെടുന്ന 2025. ഇനി അടുത്ത പേൾവിൻ ഇന്റർനാഷണലിന്റെ ബിസിനസ് സെഗ്മെന്റ് എന്ന് പറയുന്നത് അത് ഓൺ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. agame.com എന്നാണ് ആ പ്ലാറ്റ്ഫോമിന് അവർ അതിന്റെ ഡൊമൈൻ ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 1000-കണക്കിന് ഗെയിംസുകൾ ഇപ്പൊ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ലോഞ്ചിങ്ങിലേക്ക് പോകാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും 2025 നമുക്ക് 100% നമുക്ക് ആ പ്ലാറ്റ്ഫോമും ഓപ്പൺ ആകുന്നതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയും. പേൾവിൻ ഇന്റർനാഷണലിന്റെ ലാസ്റ്റ് ബിസിനസ് സെഗ്മെന്റ് എന്ന് പറയുന്നത് അത് ബങ്കി എന്നറിയപ്പെടുന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. തീർച്ചയായിട്ടും ബങ്കിയും ഒരു ചരിത്ര സംഭവമായിട്ട് മാറും, തർക്കം വേണ്ട. കാരണം A to Z പ്രോഡക്റ്റുകൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ക്വിക്ക് ഡെലിവറിയിലൂടെ നമ്മുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്ന ബങ്കി. ഇത് നമുക്ക് ക്വാളിറ്റി ബേസ്ഡ് പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അച്ചാറിന്റെ നിർമ്മാണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അതിന്റെ ക്വാളിറ്റി നമുക്ക് അഷ്വർ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇതാ ബങ്കി വേറൊരു ഓപ്പർച്യൂണിറ്റിയുടെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നു. നമ്മൾ നിർമ്മിക്കുന്ന ഈ പ്രോഡക്റ്റുകൾ ക്വാളിറ്റി ബേസ്ഡ് ആവുന്ന പ്രോഡക്റ്റുകൾ അത് ചെക്ക് ചെയ്യുമ്പോൾ അത് എന്താ പറയുക, ആ ക്വാളിറ്റി കറക്റ്റ് ആണെന്ന് ബോധ്യപ്പെട്ടാൽ ആ പ്രോഡക്റ്റുകൾ ഈ 156 രാജ്യങ്ങളിലേക്ക്, കാരണം പേൾവിൻ ഇന്റർനാഷണൽ 156 രാജ്യങ്ങളുണ്ട്, ആ 156 രാജ്യങ്ങളിലേക്ക് ബിസിനസ് ചെയ്യുവാനുള്ള ഒരു അവസരം കൂടെ പേൾവിൻ ഇന്റർനാഷണൽ നമുക്ക് തുറന്നുവരികയാണ്. ശരിക്കും നോക്കൂ, നമ്മൾ അത്തരത്തിലൊന്ന് ശ്രമിക്കണമെങ്കിൽ എന്തെല്ലാം നൂലാമാലകൾ നമ്മൾ നോക്കിക്കണ്ട് വേണം നമുക്ക് അങ്ങനെ പോകാൻ. പക്ഷെ ഇവിടെ പേൾവിൻ ഇന്റർനാഷണലിന്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ബങ്കിയുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഈ പറയപ്പെടുന്ന ബിസിനസ് 156 പരം രാജ്യങ്ങളിൽ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ബങ്കി ഒരുക്കുകയാണ്. അത് നമ്മളൊരു കസ്റ്റമർ ആവട്ടെ, അതല്ലെങ്കിൽ ഒരു ചെറുകിട ബിസിനസ്സുകാരനോ വൻകിട ബിസിനസ്സുകാരനോ ആരുമാകട്ടെ, ഇവർക്കെല്ലാം ഇന്റർനാഷണൽ ലെവലിൽ ബിസിനസ് ചെയ്യാനുള്ള അവസരം ഒരുക്കുകയാണ് ബങ്കി. അതോടൊപ്പം തന്നെ ഈ 156 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ രാജ്യത്തേക്കും എത്തിക്കാൻ ഒരു ചാലകമായിട്ട് മാറുകയാണ് ശരിക്കും ബങ്കി. ശരിക്കും ബങ്കിയുടെ ട്രയൽ റൺ ഇപ്പോൾ തായ്ലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ ഇതിനായിട്ടുള്ള പേപ്പർ വർക്കുകൾ നീക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇത്തരത്തിലുള്ള $6 ട്രില്യൺ ഇൻഡസ്ട്രികൾ പേൾവിൻ ഇന്റർനാഷണൽ 6 ബിസിനസ് സെഗ്മെന്റുകൾ $6 ട്രില്യൺ ഇൻഡസ്ട്രികൾ പേൾവിൻ ഇന്റർനാഷണൽ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഈ സിസ്റ്റത്തിന്റെ തുടക്കത്തിൽ ഈ സിസ്റ്റം പുറത്തുവിട്ട ഒരു ക്യാപ്ഷൻ ഉണ്ട്. ഒരു പക്ഷേ അത് ഇന്നുവരെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടും കാണാൻ കഴിയാത്ത ഒരു ക്യാപ്ഷനാണ്. അത് ഇപ്രകാരമാണ്: പേൾവിൻ വിൽ നെവർ എൻഡ്. പേൾവിൻ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന്. യെസ്, ഇതൊരു ലൈഫ് ലോങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരിക്കലും അവസാനിക്കുന്ന ഒരു കാര്യമേ അല്ല. ഇത് തലമുറകളായി മുന്നോട്ട് പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ശരിക്കും ഇതുവരെ ഒരു കമ്പനികളും പറയാത്ത ഒരു ക്യാപ്ഷനാണിത്. 100% നമുക്കതിനെ വിലയിരുത്തുമ്പോൾ നമുക്കതിനെ മനസ്സിലാകും. അതോടൊപ്പം തന്നെ $100 ബില്യൺ തുല്യമായിട്ടുള്ള DP. നോക്കൂ, അതത്ര ഹ്യൂജ് ആണ്.
ഇന്ത്യൻ മണിയിലേക്ക് പറഞ്ഞാൽ ഏതാണ്ട് 92 ലക്ഷം കോടി രൂപയുടെ റിസർവ് ഫണ്ട് റിസർവ് ഫണ്ട് തങ്ങളുടെ ഓൺ സെർവറിൽ വെച്ചുകൊണ്ടാണ്, ആ റിസർവ് ഫണ്ട് സൂക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ $6 ട്രില്യൺ ഇൻഡസ്ട്രികൾ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്ന് ഈ സിസ്റ്റം അനൗൺസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ശരിക്കും ഇതിന്റെ ഒരു ബേസ്മെന്റ് നമ്മൾ നോക്കാമെങ്കിൽ അവർ പ്രവർത്തിക്കുന്നത് ഓൺ സെർവറിൽ, ഓൺ ബ്ലോക്ക് ചെയിനിലാണ്. അത് തന്നെ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള $6 ട്രില്യൺ ഇൻഡസ്ട്രികളാണ് ശരിക്കും ഈ സിസ്റ്റം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു റിസർവ് ഫണ്ട്, ഒരു കരുതൽ ധനം വെച്ചുകൊണ്ടാണ്, റിസർവ് ക്യാപിറ്റലായിട്ട് വെച്ചുകൊണ്ടാണ് ഈ സിസ്റ്റം നമുക്കിടയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയണം, ഇത്രയൊക്കെ റിസർവ് ഫണ്ട്, ഈ 90 ലക്ഷം കോടി രൂപയൊക്കെ റിസർവ് ഫണ്ട് വെച്ച് ഓൺ ബ്ലോക്ക് ചെയിനിലൊക്കെ പ്രവർത്തിക്കുവാൻ ഇന്ന് ഈ ലോകത്തിന്റെ കീഴിൽ ആരെ കൊണ്ടാണ് സാധിക്കുക? മനസ്സിലാക്കുക, അവരാണ് ദ റോത്സ്ചൈൽഡ് ഫാമിലി, ഈ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഫാമിലി, ഏതാണ്ട് 300 വർഷക്കാലത്തിലേറെ ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ള ഫാമിലി. അതോടൊപ്പം തന്നെ പനാമ കനാൽ ഈ ലോകത്തിന് സമ്മാനിച്ച, ഒപ്പം ഡോളർ എന്ന കറൻസി ഈ ലോകത്തിന് സമ്മാനിച്ച, ഡോളർ എന്ന കറൻസി ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ലോകത്തിന് സമ്മാനിച്ച, ഇന്നും ലോകത്തുള്ള ഡോളറിന്റെ 80% തങ്ങളുടെ ആസ്തിയായി സൂക്ഷിച്ചു വരുന്ന ഫാമിലി ദ റോത്സ്ചൈൽഡ് ഫാമിലി. ലോകത്താദ്യമായി ബാങ്കിംഗ് സമ്പ്രദായം ആരംഭിച്ചവരും ഇവർ തന്നെ. ഇന്നും സ്വിസ് ബാങ്ക് ഇവരുടെ അണ്ടർ കൺട്രോളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. കൂടാതെ ഇന്ന് ലോകത്ത് തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ ഇൻഡസ്ട്രി, ഏതാണ്ട് 300 ലക്ഷം കോടിയുടെ മാർക്കറ്റ് ക്യാപ്പായി വളർന്ന ക്രിപ്റ്റോ ഇൻഡസ്ട്രി, ലീഡിംഗ് ക്രിപ്റ്റോകളായ ബിറ്റ്കോയിൻ, എതേറിയം, USDT മുതലായവയുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചതും, ഇതിന് വേണ്ടുന്ന കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തതും, ഇതിനാവശ്യമായ ബ്ലോക്ക് ചെയിൻ നിർമ്മിച്ചെടുത്തതുമൊക്കെ ഇവർ തന്നെ. ചുരുക്കത്തിൽ ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന കുടുംബം എന്ന് ഖ്യാതി നേടിയ ഫാമിലി ദ റോത്സ്ചൈൽഡ് ഫാമിലി. ഈ ഫാമിലിയിലെ പുതിയ തലമുറയിൽ ഉൾപ്പെടുന്ന ആരാധ്യനായ ഡോക്ടർ ഡാനിയൽ ജോൺസൺ, അദ്ദേഹമാണ് പെൽവിൻ ഇന്റർനാഷണലിന്റെ ഫൗണ്ടർ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം, ഫ്രണ്ട്സ്, നമ്മൾ അവസരം തേടിയെത്തിയ ഈ പ്ലാറ്റ്ഫോം പൂർണ്ണമായും സെക്യൂറാണ്, പൊട്ടൻഷ്യൽ ഉള്ളതാണ്. 100% വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും ഈ സിസ്റ്റത്തിനോടൊപ്പം ഒന്ന് ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിച്ചാൽ, ഈ സിസ്റ്റത്തെ നമുക്കൊന്ന് വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചാൽ, ഇതിലെ നഗ്ന സത്യങ്ങളെ നമുക്കൊന്ന് ഉൾക്കൊണ്ടുകൊണ്ട് സിസ്റ്റത്തിനോടൊപ്പം അല്പസമയം നമുക്കൊന്ന് നടന്നു നീങ്ങുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ, തീർച്ചയായിട്ടും നമുക്കൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കുവാനും അതിലൂടെ തലമുറകളായി സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായി വളരാനും ഏവർക്കും സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പെൽവിൻ ഇന്റർനാഷണൽ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമുക്ക് വേണ്ട.